BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com. നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. വേനൽ ചൂട് പ്രമാണിച്ചുള്ള തൊഴിൽ നിയന്ത്രണം ജൂലൈ 1 മുതൽ പ്രാബല്യത്തിൽ വരും. നിയന്ത്രണം പുറത്ത് സൂര്യാതാപം നേരിടുന്ന ഏത് ജോലി ചെയ്യുന്നവർക്കും ബാധകമാണെന്ന് തൊഴിൽ മന്ത്രി ജമീൽ ബിൻ മുഹമ്മദ് അലി ഹുമൈദാൻ അറിയിച്ചു. സൂര്യാഘാതം നേരിട്ടേൽക്കുന്ന ജോലി ചെയ്യുന്നവർ 2 മാസക്കാലം ഉച്ചയ്ക്ക് 12 മുതൽ 4 മണി വരെ ജോലിയിൽ നിന്ന് വിട്ടു നിൽക്കണം. ജൂലൈ 1 മുതൽ ആഗസ്റ്റ് 31 വരെയാണ് നിയന്ത്രണം. ചൂട് വർദ്ധിക്കുന്ന ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ പുറത്തെ സൈറ്റുകളിൽ ഉച്ചയ്ക്ക് 12 മുതൽ 4 മണി വരെ തൊഴിലാളികളെ കൊണ്ട് ജോലി ചെയ്യിക്കാൻ പാടില്ലെന്നതാണ് മന്ത്രാലയത്തിന്റെ ഉത്തരവ്. കൂടുതൽ ഇൻസ്പെക്ടർമാരെ പരിശോധനയ്ക്കായി മന്ത്രാലയം നിയമിക്കും. പരിശോധനയിൽ നിയമലംഘനം കണ്ടുപിടിക്കപ്പെട്ടാൽ 3 മാസത്തിൽ കൂടാത്ത തടവ് ശിക്ഷയോ 500 ദിനാർ മുതൽ 1000 ദിനാർ വരെ പിഴയോ ചുമത്തും. 2 ശിക്ഷയും ഒരുമിച്ച് ലഭിക്കാവുന്നതാണ്. 2013 മുതലാണ് നിയന്ത്രണം നടപ്പാക്കിയത്. റഷ്യയിലെ ദാഗിസ്ഥാൻ പ്രവിശ്യയിലുണ്ടായ തീവ്രവാദി ആക്രമണത്തെ ബഹ്റൈൻ ശക്തമായി അപലപിച്ചു. ക്രിസ്ത്യൻ ഓർത്തഡോക്സ് ചർച്ച്, ജൂത ദേവാലയം എന്നിവയ്ക്ക് നേരെയായിരുന്നു ആക്രമണം. സംഭവത്തിൽ സിവിലിയന്മാരും സുരക്ഷാ ഉദ്യോഗസ്ഥരും കൊല്ലപ്പെടുകയുണ്ടായി. തീവ്രവാദത്തെ അമർച്ച ചെയ്യാനും രാജ്യത്ത് സമാധാനം സ്ഥാപിക്കാനും റഷ്യൻ സർക്കാർ സ്വീകരിക്കുന്ന നടപടികൾക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുന്നതായും വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കി. മനുഷ്യക്കടത്ത് തടയുന്നതിൽ തുടർച്ചയായ 7ാം വർഷവും ബഹ്റൈൻ മികവ് നിലനിർത്തി. കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് റിപ്പോർട്ട് പ്രകാരം മനുഷ്യക്കടത്ത് റിപ്പോർട്ട് 2024 ബഹ്റൈൻ ടയർ 1 പദവിയിലാണ്. ഈ പദവിയിലുള്ള ഏക GCC രാജ്യവും ബഹ്റൈനാണ്. മനുഷ്യക്കടത്ത് ഇല്ലാതാക്കുന്നതിനുള്ള ട്രാഫിക്കിംഗ് വിക്ടിംസ് പ്രൊട്ടക്ഷൻ ആക്ടിന്റെ മിനിമം മാനദണ്ഡങ്ങൾ രാജ്യം പൂർണ്ണമായും പാലിക്കുന്നുവെന്ന് വാർഷിക റിപ്പോർട്ട് പറയുന്നു. റിപ്പോർട്ടിന്റെ 24ാം പതിപ്പിൽ 188 രാജ്യങ്ങളുടെ വിവരങ്ങൾ അടങ്ങിയിട്ടുണ്ട്. 2023 ഏപ്രിൽ 1 മുതൽ 2024 മാർച്ച് 31 വരെയുള്ള കാലയളവ് ഉൾക്കൊള്ളുന്നതാണ് വാർഷിക റിപ്പോർട്ട്. US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കനാണ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് പുറത്തിറക്കിയത്. ടയർ 1 സ്റ്റാറ്റസ് വീണ്ടും രാജ്യം കരസ്ഥമാക്കിയതിൽ ഹമദ് രാജാവിനെ ലേബർ മാർക്കറ്റ് റെഗുലേറ്ററി അതോറിറ്റി CEO നിബ്രാസ് മുഹമ്മദ് താലിബ് അഭിനന്ദിച്ചു. മനുഷ്യാവകാശങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിലും മനുഷ്യക്കടത്ത് തടയുന്നതിലുമുള്ള രാജ്യത്തിന്റെ പ്രവർത്തനങ്ങൾക്കുള്ള അന്താരാഷ്ട്ര അംഗീകാരമാണിത്. ഈ നേട്ടം കൈവരിക്കാൻ സഹായകമായത് ഹമദ് രാജാവിന്റെ നിർദ്ദേശങ്ങളും ദർശനങ്ങളുമാണെന്നും LMRA CEO ഊന്നി പറഞ്ഞു. ബഹ്റൈൻ സന്ദർശനത്തിനെത്തിയ കുവൈറ്റ് ആരോഗ്യമന്ത്രി അഹമ്മദ് അബ്ദുൽ വഹാബ് അൽ അവദിയെയും സംഘത്തെയും ആരോഗ്യമന്ത്രി ഡോക്ടർ ജലീല ബിൻ അസൈദ് ജവാദ് ഹസൻ സ്വീകരിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിൽ നിലനിൽക്കുന്ന സാഹോദര്യ ബന്ധവും വിവിധ മേഖലകളിലെ സഹകരണവും മെച്ചപ്പെട്ട രീതിയിലാണെന്ന് വിലയിരുത്തി. ആരോഗ്യ മേഖലയിലടക്കം സഹകരണം വ്യാപിപ്പിക്കുന്നതിനുള്ള ആശയങ്ങൾ ഇരുവരും പങ്കുവച്ചു. ആധുനിക ചികിത്സാ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതിന് ബഹ്റൈൻ മുന്നേറ്റം അസൂയപ്പെടുന്നതാണെന്ന് കുവൈറ്റ് സംഘം വ്യക്തമാക്കി. ആരോഗ്യരംഗത്ത് കുവൈറ്റിന്റെ അനുഭവ സമ്പത്ത് ഉപയോഗപ്പെടുത്താൻ ബഹ്റൈന് താൽപ്പര്യമുള്ളതായി ഡോക്ടർ ജലീല വ്യക്തമാക്കി. തനിക്കും സംഘത്തിനും നൽകിയ ഊഷ്മള സ്വീകരണത്തിനും ഹൃദയം നിറഞ്ഞ ആതിഥ്യ മര്യാദയ്ക്കും കുവൈറ്റ് ആരോഗ്യമന്ത്രി പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയും ചെയ്തു. 2026 നടക്കുന്ന 93ാമത് ഗ്ലോബൽ അസോസിയേഷൻ ഓഫ് ദ എക്സിബിഷൻ ഇൻഡസ്ട്രി UFA ഗ്ലോബൽ കോൺഫറൻസിന് ബഹ്റൈൻ ആതിഥേയത്വം വഹിക്കും. ഇത് സംബന്ധിച്ച് നടന്ന അന്താരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ ബഹ്റൈൻ വിജയിച്ചതായി അധികൃതർ പറഞ്ഞു. അടുത്തിടെ സ്വിറ്റ്സർലാൻഡിലെ സൂറിച്ചിൽ നടന്ന UFA യൂറോപ്യൻ കോൺഫറൻസ് 2024 എക്സിബിഷൻ ഇൻഡസ്ട്രി ബോർഡിന്റെ ഗ്ലോബൽ അസോസിയേഷനായ UFA ബഹ്റൈന് അനുകൂലമായി വോട്ട് ചെയ്തതോടെയാണ് 2026 കോൺഫറൻസിന് ബഹ്റൈന് നറുക്കു വീണത്. അന്താരാഷ്ട്ര പ്രദർശന വ്യവസായത്തിലെ ഏറ്റവും വലിയ പരിപാടിയാണ് UFA ഗ്ലോബൽ കോൺഫറൻസ്. ബഹ്റൈനിൽ ഇത് നടക്കാൻ പോകുന്നത് ആദ്യമായാണ്. 2026 നവംബറിൽ സാക്രയിലെ എക്സിബിഷൻ ആൻഡ് കൺവെൻഷൻ സെന്ററിലായിരിക്കും സമ്മേളനം നടക്കുന്നത്. UFA ഗ്ലോബൽ കോൺഗ്രസിന്റെ ആതിഥേയ സ്ഥാനമായി തെരഞ്ഞെടുക്കപ്പെട്ടതിൽ അഭിമാനമുണ്ടെന്ന് ടൂറിസം മന്ത്രി ഫാത്തിമ ബിൻ ജാഫർ ഐസറഫി പറഞ്ഞു. പത്തനംതിട്ട അടൂർ സ്വദേശിയായ ഷിബു ബഷീറിന്റെ ഭാര്യ സജ്ന ഷിബുവും മകൾ ഹിബ ഫാത്തിമയും ബഹ്റൈൻ ക്യാൻസർ സൊസൈറ്റിക്ക് മുടി ദാനം നൽകി. കീമോതെറാപ്പി ചികിത്സയുടെ ഭാഗമായി മുടി കൊഴിയുന്നവർക്ക് ഉപയോഗിക്കാനായി വിഗ് നിർമ്മിക്കാനാണിത് ഉപയോഗിക്കുന്നത്. ബഹ്റൈൻ ക്യാൻസർ സൊസൈറ്റി എക്സിക്യൂട്ടീവ് മാനേജർ അഹമ്മദ് അലി, ട്രഷറർ യൂസുഫ് ഫുക്രു എന്നിവർ മുടി ഏറ്റുവാങ്ങി. ക്യാൻസർ കെയർ ഗ്രൂപ്പ് ജനറൽ സെക്രട്ടറി KT സലീമും സന്നിഹിതരായിരുന്നു. OICC ബഹ്റൈൻ പത്തനംതിട്ട ജില്ലാ ജനറൽ സെക്രട്ടറിയും മൈത്രി ബഹ്റൈൻ ചാരിറ്റി വിംഗ് കൺവീനറുമാണ് ഷിബു ബഷീർ. മകൾ ഹിബ ഫാത്തിമ ന്യൂ ഇന്ത്യൻ സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ചെറുകിട കോൾഡ് സ്റ്റോറുകളിൽ എനർജി ഡ്രിങ്കുകൾ വിൽക്കുന്നത് നിരോധിക്കാൻ ആലോചന. മുതിർന്നവർക്കായി
ഉദ്ദേശിച്ചിട്ടുള്ള എനർജി ഡ്രിങ്കുകൾ കുട്ടികൾ ഉപയോഗിക്കുന്നെന്ന പരാതി വ്യാപകമായതിനെ തുടർന്നാണ് മുഹറഖ് മുനിസിപ്പൽ കൗൺസിൽ ചെയർമാൻ അബ്ദുൽ അസീസ് അൽ നാറിന്റെ നേതൃത്വത്തിൽ അടിയന്തര പ്രമേയം അവതരിപ്പിച്ചത്. 18 വയസ്സിന് താഴെയുള്ളവർക്ക് എനർജി ഡ്രിങ്കുകൾ വിൽക്കുന്നത് നിയമവിരുദ്ധമാണെങ്കിലും കോൾഡ് സ്റ്റോറുകൾ ഇത് പാലിക്കുന്നില്ലെന്ന പരാതി വ്യാപകമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഉപഭോക്താക്കളുടെ പ്രായം പരിശോധിക്കാതെ എല്ലാവർക്കും വിൽക്കുകയാണ്. അതുകൊണ്ടാണ് പ്രധാനപ്പെട്ട ഹൈപ്പർ മാർക്കറ്റുകളിൽ മാത്രമായി വിൽപ്പന പരിമിതപ്പെടുത്തണമെന്നാണ് നിർദ്ദേശം. കോളയേക്കാൾ കൂടുതൽ പഞ്ചസാരയും കാപ്പിയേക്കാൾ കൂടുതൽ കഫീനും ഇത്തരം ഉൽപ്പന്നങ്ങളിൽ അടങ്ങിയിട്ടുണ്ട്. അമിതോപയോഗം കൗമാരക്കാരിൽ വർദ്ധിച്ച ആശങ്കയുളവാക്കുന്നു. എനർജി ഡ്രിങ്കുകളുടെ സ്ഥിരമായ ഉപയോഗം സ്ട്രോക്ക്, ഉത്കണ്ഠ, വിഷാദം, ആത്മഹത്യ ചിന്തകൾ തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നതായും പഠനമുണ്ട്. ചിലരിൽ പെട്ടെന്നുള്ള ഹൃദയസ്തംഭനത്തിനും ഇത് കാരണമായേക്കാം. അനുവദനീയ പ്രായപരിധി 18 വയസ്സിൽ നിന്ന് 20 വയസ്സാക്കി ഉയർത്താനും ആലോചനയുണ്ട്. ട്രെയിനിൽ ബെർത്ത് വീണ് പരിക്കേറ്റ യാത്രക്കാരൻ മരിച്ച സംഭവത്തിൽ വിശദീകരണവുമായി റെയിൽവേ. കൊച്ചിയിലെ ബെർത്തിന് തകരാറുണ്ടായിരുന്നില്ലെന്നും ചങ്ങലയുടെ കൊളുത്ത് ശരിയായി ഇടാതിരുന്നതാണ് അപകട കാരണമെന്നുമാണ് വിശദീകരണം. മലപ്പുറം മാറഞ്ചേരി വടമുക്കിലെ ഇടയിടത്ത് മാറാടിക്കാലി ഖാനാണ് മരിച്ചത്. ചൊവ്വാഴ്ച രാത്രി ഡൽഹിയിലേക്കുള്ള യാത്രയ്ക്കിടെ എറണാകുളം ഹസ്രത്ത് നിസാമുദ്ദീൻ മിലേനിയം എക്സ്പ്രസിലാണ് അപകടം. S6 കോച്ചിൽ താഴത്തെ ബർത്തിലെ 57-ാം നമ്പർ സീറ്റിലായിരുന്നു അലിഖാൻ. മധ്യബർത്തിലെ യാത്രക്കാരൻ ടിക്കറ്റ് അപ്ഗ്രേഡ് ചെയ്ത് 3rd AC കോച്ചിലേക്ക് മാറി. മധ്യബർത്തിലെ സീറ്റിലെ ചങ്ങല ശരിയായി ഇടാതിരുന്നതിനാൽ സീറ്റ് താഴേക്ക് പതിക്കുകയായിരുന്നുവെന്നാണ് റെയിൽവേ വിശദീകരിക്കുന്നത്. തെലങ്കാനയ്ക്കടുത്ത് വാറങ്കലിനടുത്തെത്തിയപ്പോഴാണ് അപകടം. കഴുത്തിന് ഗുരുതര പരിക്കേറ്റ അലിഖാനെ തെലങ്കാനയിലെ രംഗമുണ്ട് ആശുപത്രിയിലും പിന്നീട് ഹൈദരാബാദിലെ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. കഴുത്തിലെ 3 എല്ലുകൾക്ക് പൊട്ടലുണ്ടായിരുന്നു. അടിയന്തര ശസ്ത്രക്രിയ നടത്തിയെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. സീബ്ര ലൈനിലൂടെ റോഡ് മുറിച്ച് കടന്ന വിദ്യാർത്ഥിയെ അമിത വേഗത്തിലെത്തിയ കാർ ഇടിച്ച് തെറിപ്പിച്ചു. നിസാര പരിക്കുകളോടെ വിദ്യാർത്ഥി രക്ഷപ്പെട്ടു. ഇടിച്ചിട്ട് നിർത്താതെ പോയ കാർ പോലീസ് പിടികൂടി. ചൊവ്വാഴ്ച വൈകിട്ട് 5 മണിയോടെയാണ് പൂത്തോട്ടയിൽ സംഭവം നടന്നത്. പുത്തൻകാവ് KPHSSലെ 5ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് അപകടത്തിൽപ്പെട്ടത്. പൂത്തോട്ടയിൽ സ്വകാര്യ ബസ്സിൽ നിന്നിറങ്ങി സീബ്ര ലൈനിലൂടെ വേഗത്തിൽ റോഡ് മുറിച്ച് കടക്കാൻ ശ്രമിക്കുന്നതിനിടെ പുത്തൻകാവ് ഭാഗത്ത് നിന്ന് വരികയായിരുന്ന കാർ ഇടിക്കുകയായിരുന്നു. റോഡിലേക്ക് വിദ്യാർത്ഥി തെറിച്ചു വീണു. നിർത്താതെ പോയ കാർ തമിഴ്നാട് രജിസ്ട്രേഷനുള്ളതാണെന്ന് പോലീസ് കണ്ടെത്തുകയും ഡ്രൈവറെ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തുകയും ചെയ്തു. പിഴയടപ്പിച്ച ശേഷം പറഞ്ഞുവിട്ടതായും ഉദയംപേരൂർ പോലീസ് പറഞ്ഞു. വയനാട് ജില്ലയിൽ ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ വയനാട് ജില്ലയിലെ സർക്കാർ സ്വകാര്യ മേഖലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് വ്യാഴാഴ്ച പൊതുജനങ്ങൾക്ക് പ്രവേശനം നിരോധിച്ച് ജില്ലാ കളക്ടർ ഉത്തരവിട്ടു. 2005 ദുരന്ത നിവാരണ നിയമപ്രകാരമാണ് നടപടി. പൊതുജനങ്ങൾ അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കണമെന്നും കളക്ടർ അറിയിച്ചു. സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ 1 ഗഡു വിതരണം വ്യാഴാഴ്ച തുടങ്ങുമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. 1600 രൂപ വീതമാണ് ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്നത്. ഇതിനായി 900 കോടി അനുവദിച്ചു. പതിവ് പോലെ ബാങ്ക് അക്കൗണ്ട് നമ്പർ നൽകിയിട്ടുള്ളവർക്ക് അക്കൗണ്ട് വഴിയും മറ്റുള്ളവർക്ക് സഹകരണ സംഘങ്ങൾ വഴി നേരിട്ടും വീട്ടിലും പെൻഷൻ എത്തിക്കും. അതാത് മാസം പെൻഷൻ വിതരണത്തിന് നടപടി സ്വീകരിക്കുമെന്നും ഈ വർഷത്തെ ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു. ഇതനുസരിച്ച് മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിലും പെൻഷൻ നൽകിയിരുന്നു. ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ കോട്ടയം, എറണാകുളം, പത്തനംതിട്ട, വയനാട്, ഇടുക്കി ജില്ലകളിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും വ്യാഴാഴ്ച ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും PSC പരീക്ഷകൾക്കും അവധി ബാധകമല്ല. അടുത്ത 3 ദിവസം വരെ സംസ്ഥാനത്ത് കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. വ്യാഴാഴ്ച വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ തീരങ്ങളിൽ വ്യാഴാഴ്ച രാത്രി 11:30 വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട്. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് IMAC കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com.